കുട്ടികളെയും കൂട്ടിയിട്ട് ചെറിയൊരു ട്രിപ്പിനിറങ്ങാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതേ യാത്ര തുടങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റക്കല്ലാട്ടോ, ഇനി അടുത്ത കമന്റ് പോരണ്ട. ജസ്സി വരണു ഒറ്റക്ക് പോയിന്ന്. മോനെ മോളെ കയ്യൊന്ന് ചെറിയ ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കാണിച്ചിട്. അതേ കണ്ടോ, 2 കൈകൾ കണ്ടോ? ഹായ്. ഇനി പറ, ധൈര്യമുണ്ടേ കുട്ടികളെ കാണിക്കുന്നു. എനിക്ക് ധൈര്യം കുറച്ച് കുറവാണ് കേട്ടോ. അപ്പം നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ബാക്കി പോകുന്ന പോക്കിൽ ഒന്ന് ചായ കുടിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല, ചായ കുടിക്കാനുള്ള ടൈം വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ ബാക്കിയൊക്കെ ഓരോന്നോരോന്നായിട്ട് വൈകി വരുന്നുണ്ട് കേട്ടോ. ചായ കുടിക്കാൻ കയറിയതാണ് ഗൈസ്. നല്ല ആടെ പൊറാട്ടയും പൂളക്കറിയും. ഇവിടെ നല്ല ചൂടാണ്. പത്തിരി അതിലെ മുളകിട്ട് അതുപോലെ പത്തിരിയും പൂളക്കറിയും കഴിക്കണം. പ്രകൃതി രമണീയമായ സ്ഥലം കാണണോ ഗൈസ്? കണ്ടോ, ഈ മലക്ക് മുകളിലേക്കാട്ടോ നമുക്കിപ്പോ പോവാനുള്ളത്. ഈ വയനാട് എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ സ്ഥലം നല്ല രസല്ലേ കാണാന്? ആ കുന്നിന്റെ മുകളിലേക്കാണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ താമരശ്ശേരിയില് അതിപ്രശസ്തമായിട്ടുള്ളൊരു പള്ളി എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നതാട്ടോ, ഒടുങ്ങാക്കാട് പള്ളി. ഇത് താമരശ്ശേരിന്ന് നമ്മുടെ വയനാട് ചുരത്തിലേക്ക് പോകുന്ന വഴിയായിട്ട് ഈങ്ങാപ്പുഴ കഴിഞ്ഞതിന് ശേഷാട്ടോ ഈ ഒരു പള്ളി ഉള്ളത്. ഇവിടെ എന്ന് വെച്ചാല് ജാതി മതം നോക്കാതെ എല്ലാരും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയാട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏതോ ഒരു നേർച്ചയുണ്ട്. ആ നേർച്ച നേർന്നാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ഫലിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്. അതേപോലെ ഈ വഴി പോകുന്ന സമയത്ത് എല്ലാരും ഈ പള്ളിയിൽ പൈസ ഇട്ടതിന് ശേഷാട്ടോ പോവാറ്. അപ്പം എല്ലാരും ഈ ബസ്സിലൊക്കെ പോകുന്ന പോലെ എറിഞ്ഞു കൊടുക്കുന്നതാണ്. മറ്റേ കേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറയുന്നതില് ആ പെണ്ണുങ്ങള് കണ്ടില്ലേ പൈസ എറിഞ്ഞിട്ട് പോകുന്നേ. അതേപോലെ സ്ഥല പരിസരം നോക്കാതെ ഓരോരുത്തർ പൈസയൊക്കെ എറിഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥലാട്ടോ. അത് ബസ് പോകുന്ന സമയത്ത് വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാണ്. മുകളിലോട്ട് നല്ല കോടയുള്ളത് പോലെ ഇവിടുന്ന് ഫീൽ ചെയ്യുന്നത്. ഇനി മുകളിലെത്തിയാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് മുകളിൽ എത്തിയതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടുന്ന് നോക്കിയിട്ട് നല്ല കോടയായിട്ട് കാണുന്നുണ്ട് കേട്ടോ.
വെള്ളം മാത്രം കണ്ടോ മച്ചനെ നേരതാ ഇവിടെ നോക്കിയാ കാണാം. നമ്മുടെ ചുരമാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ വഴിയിൽ എന്ന് വെച്ചാൽ താമരശ്ശേരി അടിവാരം ഭാഗത്ത് പ്രശസ്തമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പള്ളി, ഒരു മാതാവിന്റെ പള്ളി ഇതാട്ടോ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു പള്ളിയാണ്. അങ്ങനെ നമ്മളിതേ വയനാട് ചുരം കേറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്നാം വളവ് നമ്മളെത്തിയില്ലോ, കേറിയതേ ഉള്ളൂ. ഒന്നാം വളവ് എന്ന് പറഞ്ഞിട്ട് എത്തിയില്ലല്ലോ. അപ്പൊ ഇനി ബാക്കി 9ാം വളവിലെത്തിയിട്ട് വീഡിയോ ഇട്ട് തരാം കേട്ടോ. അങ്ങനെ ദേ ഗൈസ് നമ്മള് 9ാം വളവ് എത്തിയിട്ടുണ്ട്. ഇതാണ് 9ാം വളവ്. ഇറങ്ങണോ? ഇവിടെ ഭയങ്കര വെയിലാണ്. വെയിലടിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും. ടാൻ അല്ല കേട്ടോ, മൈഗ്രൈൻ്റെ പ്രശ്നമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ എന്ന് നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് ഇവിടെ താഴേക്കുള്ള ഒരു വ്യൂ കാണിച്ചു തരാവേ ഞാൻ. 9ാം വളവിൽ ഇറങ്ങിയാൽ എല്ലാവരും മെയിനായിട്ട് കാണാൻ നിൽക്കുന്ന ഒരു കാഴ്ച എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിനാണ് മിക്ക ആൾക്കാരും ഇവിടെ ഇറങ്ങുന്നത് എന്ന് തന്നെ പറയാം. ഇവിടെ നിന്ന് നോക്കിയാൽ അതേ കാണുന്നത് കണ്ടോ, ഇത് ചുരം കാണുകയാണ്. നമ്മുടെ ഇപ്പം കയറി വന്ന സ്ഥലം കാണുകയാണ്. ഇതാണ് ആ ഒരു സ്ഥലം. ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് മിക്ക ആൾക്കാരും 9ാം വളവിൽ ഇറങ്ങിയിട്ട് താഴോട്ട് നോക്കി നിൽക്കുന്നത് കേട്ടോ. ഇത് രാത്രി കാണണം മക്കളെ, എന്താ രസം എന്നറിയോ. ഈ ലൈറ്റുകളിൽ ഇങ്ങനെ വരി വരിയായിട്ട് പാമ്പേഞ്ഞു പോകുന്ന രീതിയിൽ കാണുമ്പം ഒരു വല്ലാത്ത ഭംഗി തന്നെയാണ്. അപ്പോൾ ഇത് കാണാനാണ് അവർ നിൽക്കുന്നത്. നമ്മൾ വയനാട്ടിലെത്തിയപ്പോൾ ബബിൾ ടീ കുടിക്കാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഇവരുടെ വണ്ടിയുടെ മറ്റേ ഡോറുണ്ടല്ലോ ലോക്കായിപ്പോയി എന്ന് പറഞ്ഞു. അതൊന്ന് നമ്മുടെ അരുണേട്ടൻ മാക്സിമം ചോദിക്കുന്നുണ്ട് അതൊന്ന് അവർക്ക് തുറന്നു കൊടുക്കാൻ പറ്റുമോയെന്ന്. ആ ബോഡി ലോക്കായി പോയതാണ്. തുറന്നു കൊടുക്കാൻ പറ്റിയാൽ പാവത്തുങ്ങൾക്ക് കച്ചവടം നടക്കാം. മേലോട്ട് നമ്മൾ സ്വിച്ച് ഉണ്ട്, അത് നമ്മൾ വണ്ടി തുറക്കാതെ അറിയാതെ സ്വിച്ച് ഓണാക്കി. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. സാധാ ഇതുപോലെയല്ല, കംപ്ലൈന്റ് ആവും. ഇതാണ് വന്ന് ചെയ്യുന്നത്. നിങ്ങൾ എവിടെയും ടൂർ പോവുകയാണോ? തിരിച്ചിട്ടില്ലല്ലേ വരിക? നിങ്ങൾ എത്ര മണി ബബിൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡോറ് ലോക്കായി പോയിന്ന്. അത് നമ്മുടെ സ്വന്തം അരുണേട്ടൻ റെഡിയാക്കി കൊടുത്തു. അങ്ങനെ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മക്കളെ ഒരു രക്ഷയില്ലാത്ത കാറ്റ്. കാറ്റ് എന്നറിയതാ, ഇതിന്റെ മത് മനസ്സിലാവുന്നത്. പൊടിപടല കണ്ടില്ല, അമ്മാതിരത്തെ കാറ്റ്, ഒരു രക്ഷയില്ലാത്ത. ജനുവരി കാറ്റ് ഇത് പറഞ്ഞു കേട്ടിട്ടാണ് ഇപ്പതേ കണ്ടു. നാളെ ജനുവരി അല്ലേ? അയ്യോ, നമ്മള് തലേന്നേ പ്രമോഷൻ കൊടുക്കും. ഓനിങ്ങോട്ട് ചോദിച്ചതാണ് ഇന്ന് ഡിസംബർ അല്ലേന്ന്. നാളെ ജനുവരി ആണല്ലോ, നമ്മള് തലേന്നേ പ്രമോഷൻ കൊടുക്കാറുണ്ടല്ലോ എല്ലാത്തിനും. ഏത് സീറ്റ് പറഞ്ഞാണെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അതേപോലെ നാളേക്കുള്ളത് ഇന്ന് ഞാൻ പ്രമോഷൻ കൊടുക്കും, അത്ര മാത്രം.
മേടിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം 4 മേടിച്ചിട്ട് 2 പേരും കഴിച്ചില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട 2 കഴിച്ചതാണ്, അല്ല മേടിച്ചതാണ്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതൊരു കേക്ക് അടിച്ചു തരാവേ. വേണമെങ്കിൽ കമന്റ് ഇട്ടോളൂ. ജസ്റ്റ് പിള്ളേർക്ക് കൊടുക്കാതെ ജസ്റ്റ് മാത്രം കഴിച്ചു എന്ന് ഭയങ്കര ആ മോളെ കൊടുക്കടാ. അടിപൊളിയാണ്. അതെ, ആരെങ്കിലും വയനാട് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. അടിപൊളി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. നോക്ക് മക്കളെ, എന്താ സീനറിയില്ലേ, സൂപ്പർ. നമ്മുടെ റിസോർട്ടില് ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പൊ മാവ് പോയിക്കോട്ടെ. സീനറി പോയി ആ കുന്നും മലയൊക്കെ ഏകദേശം കുന്നും മലയും വരുമ്പോ അത് റൈറ്റ് സൈഡിലായി പോവുകടാ. അങ്ങോട്ട് കേട്ടിട്ടുണ്ടല്ലേ. നോക്കാം, നമുക്ക് കാണെങ്കിൽ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഒട്ടുക്കമത്തെ ഭംഗിയാണ്. നമ്മളെ റിസോർട്ടിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷവും എന്നെ കുറ്റം പറഞ്ഞവരൊക്കെ അതേ കാണുന്ന മക്കളെ. അടിപൊളി അടിപൊളി. വാവ്, എന്താ ഭംഗി നോക്കി മക്കളെ. ആകാശമൊക്കെ വരച്ച് വെച്ചതുപോലുണ്ട്. ഏച്ചാതി ഭംഗിയാണ്. അതെ, ഒരു കലാകാരന്റെ മനസ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ട എനിക്ക് ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. നമുക്കൊക്കെ ആ ഒരു രീതിയിലേ കാണാൻ പറ്റുള്ളൂ. പോയി ഗായ്സ്, പോയോ? നമ്മള് ഏതായാലും ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. സൂപ്പർ അല്ലേ? ബാക്കി റിസോർട്ടിൽ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ ഗായ്സ്, നമ്മൾ റിസോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ബാണാസുര മൗണ്ടൻ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാട്ടോ ഇത്. നമ്മുടെ കുന്നും മലയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കുന്നും മലയൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് ബാണാസുര. അങ്ങോട്ട് ആക്കിക. ഓക്കെ, അവിടെ ആകുമ്പോ വെയിലുണ്ടാവൂലേ. ഇതാണ് റിസോർട്ടിന്റെ റിസപ്ഷൻ. കാട്ടാന, ആരെന്ത് കാട്ടാന? ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നത് ഓർമ്മല്ലേ, നമ്മുടെ വയനാട് ചുരത്തിന്റെ മുകളിൽ നിന്ന് ഇല്ല ആ ഒരു വ്യൂ ഇതാട്ടോ. ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലുള്ളത്. ഇത് ഡാമിന്റെ ഫോട്ടോ. ഇതെവിടാണ്? ഹാർട്ടിന്റെ കൊള മേപ്പാടിയല്ലേ? ഞാൻ വിചാരിച്ചു ഈ ഒരു ഏരിയ തന്നെ. അപ്പം നമ്മള് ഇതേ റൂമിലേക്ക് പോവുകയാണ്. ആശാന് വണ്ടി എടുത്തിട്ട് ഇതോല്ല അതില്ല, ഞങ്ങൾ ഇതിലെ നടത്താനും. അടിപൊളി സ്ഥലാട്ടോ ഗൈസ്, ഒരു രക്ഷയും ഇല്ലാത്തതാ. എടാ, കോട ഉണ്ടാവലുണ്ടോ? ദേ, ആർക്കെങ്കിലും ഇവിടെ വരാൻ താല്പര്യമുണ്ട്, അതേ കോണ്ടാക്ട് നമ്പർ ഒന്ന് ജസ്റ്റ് വലുതാക്കി കാണിച്ചു തരാം. സൂപ്പർ സ്ഥലാട്ടോ. ബാക്കി ഡീറ്റെയിൽ ഒക്കെ കാണിച്ചു തരാം. ദേ, ഇവിടെ സൈഡിലായിട്ടൊരു പൂളുണ്ട്. പൂള് പൂട്ടിട്ട് അല്ല, എൻ്റെ വാപ്പ ബഷീർ. ഇവിടെയുള്ള ഒരു പ്രൈവറ്റ് പൂള് കാണിച്ചു തരാം. ഇതാണ് ഒരു പൂള് വരുന്നത്.
ഇവിടെ കിഡ്സിനായിട്ട് വേറെ ഉണ്ട് കേട്ടോ. ഒരു പൂൾ ഇതാണ്. പിന്നെ ഇതാണ് കുറേ റിസോർട്ടുകൾ. ഫാത്തിമ, സഞ്ജു തിരിഞ്ഞു നോക്കരുത്. അതേപോലെ തന്നെ ഇവിടെ മക്കളെ ഒരു രക്ഷയില്ലാത്തൊരു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയാനില്ല, ഗ്ലാസ് ഇട്ടിട്ടില്ല കേട്ടോ, ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ നിന്നാൽ ദേ നമ്മൾ നേരത്തെ കണ്ട കുന്നും മലയൊക്കെ കണ്ടില്ലേ, ഞങ്ങളോട് പറഞ്ഞില്ലേ അത് വ്യൂ ആയിട്ടുള്ളിടത്തേക്കാണ് പോകുന്നത്. ഇതാണ് അത്. കഴിഞ്ഞ പ്രാവശ്യം അതേ ഈ ഒരു പ്ലാവിൻ്റെ മുകളിൽ നിന്ന് കേട്ടോ ചേച്ചി എനിക്ക് ചക്ക പറിച്ച് തന്നത്. ഞാനിതിന് മുമ്പേ ഇവിടെ വന്ന സ്ഥലമാണ്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അടുത്തൊരു പൂള് വരുന്നത് ഇവിടെയാട്ടോ. ഇത് ചെറിയൊരു പൂളാണ്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ തക്കത്തോണം വലിയ ആഴമില്ലാത്ത ഒരു പൂള്. അങ്ങനെ ടോട്ടൽ 2 പൂളാണ് ഇവിടെ ഉള്ളത്. കിഡ്സിന് കളിക്കാനും ഇതാക്കാനൊക്കെ ഉള്ള ഇഷ്ടം പോലെ ഏരിയ ഉണ്ട്. വലിയ ആൾക്കാണെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് സ്ഥലമുണ്ട് കേട്ടോ. പേര് പറ. ഇർഷാദ്. ഇവിടുത്തെ സ്റ്റാഫാണ്, എൻ്റെ ചങ്ക് ബ്രോ ആണ്. നമുക്കൊക്കെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഇതെന്താ ടെന്റ് എന്ന് പറയാൻ പറ്റൂലല്ലേ, ഇതിനെന്താടാ പറയാ, ടെന്റ് പോലത്തെ ഒരു സാധനം. നമ്മുടെ നാട്ടിൻപുറ ഏരിയയിലൊക്കെ കാണലില്ലേ, അതേപോലെ കുറേ ഊഞ്ഞാലുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര വൈബാ. ഇഷ്ടം പോലെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ആ ട്രഡീഷണൽ ലുക്ക്. ഇതേ കണ്ടോ കുതിര. ഇതാട്ടോ ഇവിടുത്തെ മഡ് ഹൗസ്. ഇവിടെയും സെപ്പറേറ്റ് ആയിട്ട് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വേറെ പൂള്, അതേപോലെ തന്നെ ഇവിടെയും വേറെ പൂളായിട്ടുണ്ട്. ഇവിടെ DJ പാർട്ടിക്കുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും സൂപ്പർ സ്ഥലമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത. അവിടുത്തെ പൂളോടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേ കിഡ്സിനൊക്കെ കളിക്കാനായിട്ടുള്ള സ്ഥലം. മറ്റേ കയ്യിലേ 2 ചാർജർ ഉണ്ട്, എന്നിട്ട് ടെപ്പോ ടെപ്പോ എന്ന് പറഞ്ഞിട്ട് അടിക്കുക. പാറ കണ്ടോ ഗായ്സ്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഈ മഡ് ഹൗസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പൂളും കാര്യങ്ങളൊക്കെ അത് വേറെ ഉണ്ട് കേട്ടോ. ഇവിടെയും സെപ്പറേറ്റ് പൂളാ, കിഡ്സിനായിട്ട് വേറെ ഉണ്ട്. എന്നോട് കുളിസിയും കണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാരുടെ അടുത്ത് ഞാൻ കുളിസിയും കാണിച്ചു തരാം കേട്ടോ. കുളിക്കാൻ ആരും ഇല്ലാണ്ടായിപ്പോയിന്നേ ഉള്ളൂ. അതാണ് കിഡ്സിൻ്റെ സ്ഥലം. മഡ് ഹൗസിൻ്റെ എന്താ പറയുക, വാള് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ആദിവാസി ആ ഒരു ഇതായിരിക്കാം അവർ ഉദ്ദേശിച്ചതല്ലേ, ഇനി കർഷകനെയാണോ ഉദ്ദേശിച്ചതെന്നുള്ളതും അറിയില്ല കേട്ടോ. സൂപ്പറല്ലേ കാണാൻ. അതേപോലെ വേറൊന്ന് അവിടെയൊക്കെ ഇതേപോലെ നമ്മുടെ എന്നൂരിലുണ്ട്. എന്നൂർ കണ്ടിട്ടുണ്ട് ഇതേ വർക്കുകളും കാര്യങ്ങളൊക്കെ. മഡ് ഹൗസിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇതാണ്. ഇതാണ് വരുന്നത്. ദേ കണ്ണാടിയിൽ ഞാൻ കാണാത്തവർ കണ്ടോളൂ. ഇവിടെ ദേ ഒരു ബാൽക്കണി, നല്ല അടിപൊളി തണുത്ത കാറ്റില്ലേ. ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതേപോലെ വാഷ്റൂം അതുകൂടി കാണിച്ചു തരാം. നല്ല സ്പേസ് ഉള്ള വാഷ്റൂമാണ്. മോളെ 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 ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതെ, അത് സെയിം ഒന്ന് തന്നെയല്ലേ. ഇവിടെ വലിയ ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ ഈ ഒരു മഡ് ഹൗസ് എടുത്താൽ സുഖമായിട്ട് നിൽക്കാം കേട്ടോ. 2 ലൈറ്റ് വേണ്ട ഇതിൽ കാണുന്നുണ്ട്. 2 റൂം സുഖമായിട്ട് സ്പേസബിൾ ആയിട്ടുള്ള 2 റൂമുണ്ട്, ഹാളുണ്ട്. ഹാളിലൊരു ബെഡുണ്ട്, ഇരിക്കാനുള്ള സൗകര്യവും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും ഒക്കെ ഉണ്ട് ഇവിടെ. ടിവിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിതേ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൂം കാണിച്ചു തരാം അടുത്തതായിട്ട്. ഇതാണ് ഗായ്സ് റൂം. കമന്റ് റോഡികളെ സൈഡിൽ 2 കട്ടിലുണ്ട്. ഇതാണ് റൂം. ദേ വീണ്ടും ഞാൻ എന്നെ കണ്ടോ ഗൈസ്? ഇങ്ങനെയുണ്ട്, സുന്ദരിയല്ലേ? അതേപോലെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണിന്ന് ഞാൻ കാണിച്ചു തന്ന ദേ 11 എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. നീ ആരടേ? ആണതേ, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ചക്കമരവും കഴിഞ്ഞ പ്രാവശ്യം ചക്കയും പേരക്കയും ഒക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് പറിക്കാൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ജപ 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 ജപ. അതേപോലെ വാഷ്റൂമും കുറച്ച് സ്പേസബിളാണ്. ഇതാണ് വാഷ്റൂം. കുറച്ച് നല്ല സ്പേസ് ഉണ്ട്. അപ്പം ഇതാണ് റിസോർട്ടിൻ്റെ ഡീറ്റെയിൽ വീഡിയോ. റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ ആട്ടോ. ഇതാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെടീൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ലൈറ്റ് പിടിപ്പിച്ചിട്ട്. അങ്ങനെ ദേ റിസോർട്ടിൽ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തീയിട്ടിക്ക് പണ്ട് നമ്മുടെ വീട്ടിൽ
എനിക്കവിടെ പാട്ട് വെക്കാത്തതിന് കൂവാട്ടോ. എനിക്ക് അവിടെ ഒരു ചേട്ടൻ ഉണ്ട് കൂവുന്നതിന് തിരിച്ച് കൂവുന്നേ. ഒറ്റ മിനിറ്റ് ഞാനിപ്പൊ കൂവി കേൾപ്പിച്ചുതരാം. കേട്ടോ, ഇവിടെ നിന്ന് കൂവിയാൽ തിരിച്ചങ്ങോട്ട് കൂവാൻ അവിടെ ആളുണ്ട്. അപ്പോൾ ഈ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ റിസോർട്ടിൽ ഭയങ്കര ചില്ലാന്നല്ലേ പറയാം. എടാ വാടാ, ജോയിൻ ചെയ്യടാ. എന്നാലും കുറച്ച് 2 സ്റ്റെപ്പ് നിർബന്ധിച്ച 2 സ്റ്റെപ്പ് 3 ഉച്ചക്ക് നോക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലായില്ല. ഞാൻ നേരത്തെ നോക്കുന്നു, ഉച്ചക്ക് നോക്കുന്നു. പക്ഷെ തട്ടേണ്ടി കാണിച്ച് ഞാൻ അന്ന് ഇപ്പമില്ല. കാരണം ഇപ്പം ഫോണെല്ലാം പോയിട്ട് രണ്ടാമതായതുകൊണ്ടാണ്. എനിക്കൊരു ഫോട്ടോ അതാ ഇപ്പൊ എനിക്ക് സംഭവമായി ആണെന്ന് മനസ്സിലാക്കി. വീഡിയോ പിടിക്കുമ്പോൾ ഞാൻ നോക്കുന്നത് ഇതൊക്കെ ഞാൻ നോക്കുന്നത് ഒരു 2 മുഖമായിട്ട് തട്ടേട്ട് 2 Here we go, you're so wrong like a sign. Do you know the pressure I will guide you by? Each side whenever I see you decide, come break it, let your fire now. Look at the middle of the year, yeah. I'm not going to stop, I'm going to keep on. I'm going to keep on, I'm going to keep അല്ല 58 രണ്ടിൻ്റെ കൂടി 59 കത്തിച്ചോ മാറി മാത്രം അത് കുഴപ്പമില്ല കുഴപ്പമില്ല
പോണ്ട പോണ്ട പോണ്ട. അത് കുറെ പറഞ്ഞോ. മസാല പോട്ടെ പോയത് പോയി ഒന്ന് കത്തിക്കാൻ ഓർത്തോ. ശ്രീ മാത്യു വട്ടക്കൊട്ടയിൽ കണ്ണൂരിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതേപോലെ പ്രമുഖ യൂട്യൂബർ ശ്രീ ജസ്നെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ റെഡി. റെഡി. ഹാപ്പി ന്യൂ ഇയർ. എനിക്കോ ഈ പുതുവത്സര വേദിയിൽ നമുക്ക് വേണ്ടി കേക്ക് മുറിച്ച ശ്രീ മാത്യു വട്ടക്കൊട്ടയിലും ശ്രീ ജസ്മിക്കും വേണ്ടി ഹൃദയപൂർവ്വം നന്ദി അറിയുന്നു. അങ്ങനെ ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. തിരിച്ച് റൂമിലെത്തി. ദേ ഒരാൾ ഉറങ്ങുന്നുണ്ട്, ഒരാൾ ദേ അവിടെ മൊബൈൽ കളിക്കുകയാണ്. അരുണ് ഈ റൂമിലേക്ക് എത്തിയിട്ടില്ല, അവനവിടെ പുറത്ത്. എല്ലാവരും അവിടെ പുറത്ത് തന്നെയാണ്, ഞങ്ങൾ മാത്രമാണ് തിരിച്ച് റൂമിൽ കയറിയത്. അവരൊക്കെ അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തരോടടുത്തായിട്ടും വിഷ് ചെയ്യാണ് ഈ ഒരു വർഷം നല്ലൊരു വർഷമാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ. അതെൻ്റെ ഒരു ശത്രുവിനാണെങ്കിൽ പോലും നല്ലൊരു വർഷം ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.